ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. കോതമംഗലം നഗരഹൃദയത്തിലെ റവന്യൂ ടവറിലെ ജപ്തി നടപടികൾ ഒഴിവാക്കുവാൻ വ്യാപാരികൾ റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി. ദീർഘനാളായി കച്ചവടം നടത്തിവരുന്ന വ്യാപാരികളെ ഒറ്റയടിക്ക് ഒഴിവാക്കുവാനുള്ള നീക്കത്തിനെതിരെയാണ് റവന്യൂ മന്ത്രിയെ വ്യാപാരികൾ സമീപിച്ചിരിക്കുന്നത്. കോതമംഗലം റവന്യൂ ടവറിലെ വാടകക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. താലൂക്കിലെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ KSHB 2000 പ്രവർത്തനമാരംഭിച്ചതാണ് റവന്യൂ ടവർ. വർഷങ്ങളോളം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താതെ അധികാരികൾ ഭീമമായതും അശാസ്ത്രീയമായതുമായ പൊതുപരിപാലന ചിലവ് നടപ്പാക്കിയതിൽ പ്രതിഷേധിച്ച് ഭൂരിപക്ഷം പേരും വർഷങ്ങളായി അതിൽ മുടക്കം വരുത്തിയിരുന്നു. ബോർഡ് അധികൃതർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നാളിതുവരെ നിർവഹിക്കാതെ ഒറ്റയടിക്ക് വാടകക്കാരായ വ്യാപാരികളെ പിഴിയാനും അവരെ ഒഴിവാക്കാനുമുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്നും ആരോപണമുണ്ട്. ടവറിലെ ഗവൺമെന്റ് ഓഫീസുകൾ ഒന്നടങ്കം പണി പൂർത്തിയാക്കിയ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറിയതിനാലും കച്ചവട സാമ്പത്തിക മാന്ദ്യം മൂലം വലഞ്ഞിരിക്കുന്നവർക്ക് ഇരട്ട പ്രഹരം കണക്കെയാണ് അധികൃതർ പുറത്താക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അധികൃതരുടെ ഈ വ്യാപാരദ്രോഹ നടപടിയിൽ വാടകക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. വാടകക്കാരുടെ സംഘടനയ്ക്ക് വേണ്ടി കോതമംഗലം MLA ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ റവന്യൂ ടവർ ടെനൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സോണി മാത്യു, PH ഷിയാസ്, ഷാജി വർഗീസ്, യുവജനക്ഷേമ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് റോണി മാത്യു എന്നിവർ സെക്രട്ടേറിയറ്റിൽ കേരള സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജനെ നേരിൽ കണ്ട് നിവേദനം നൽകി. വർഷങ്ങളോളം പല ഘട്ടങ്ങളായി വാടക ഇനത്തിലും പൊതുപരിപാലന ചിലവിനത്തിലും കുടിശ്ശിക വന്നു ചേർന്നിട്ടുള്ള വാടകക്കാർക്ക് അധികരിച്ച പിഴത്തുകകൾ ഒഴിവാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുക, ജപ്തി നടപടികളുടെ ഭാഗമായി കുടിശ്ശിക തുക 6 തവണകളായി ഹൗസിംഗ് ബോർഡ് നിജപ്പെടുത്തിയത് 30 തവണകളായി ദീർഘിപ്പിച്ചു നൽകുക, ടവറിലെ ഒഴിഞ്ഞുകിടക്കുന്ന നിലകളിലേക്കും സ്പേസുകളിലേക്കും സ്വകാര്യ അർദ്ധ സർക്കാർ മറ്റ് വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങിയവ കടന്നുവരാൻ വാടക നിരക്ക് കുറിച്ച് ഉത്തരവായി എത്രയും പെട്ടെന്ന് അവർക്ക് അവസരമൊരുക്കുക തുടങ്ങിയവയാണ് നിവേദനത്തിലെ ആവശ്യങ്ങൾ. ബോർഡ് യോഗത്തിൽ വിഷയം അവതരിപ്പിച്ച് പരിഹാരത്തിന് ശ്രമിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.